നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. ഓശാന ഞായർ ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ യാത്രയുടെ ഓർമ്മ പുതുക്കൽ. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പ്രദക്ഷിണവും നടന്നു. പൂപ്പാറ ബോഡിമെട്ടിൽ കാർ 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ 4 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് വാഹനം കത്തിനശിച്ചു. വാഹനത്തിലുണ്ടായിരുന്നത് കർണാടക സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ. ഇതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ യുവ പാസ്റ്ററെ മൂന്നാറിൽ നിന്നും കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്തത് 37-കാരനായ ജോൺ ജെബരാജിനെ. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024 മെയ്യിൽ. തൊമ്മൻകുത്തിൽ കുരിശ് പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. സെന്റ് തോമസ് ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം സെന്ററിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശുദ്ധ വാരത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിലേറ്റ മുറിവാണിതെന്ന് വിശ്വാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ യാത്രയുടെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായർ. ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പ്രദക്ഷിണവും നടന്നു. കഴുതപ്പുറത്തേറി വന്ന ക്രിസ്തുവിനെ ഒലിവിൻ ചില്ലകളേന്തി ഓശാന പാടി ജനങ്ങൾ എതിരേറ്റുവെന്നാണ് വിശ്വാസം. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരുത്തോല പ്രദക്ഷിണവും ചടങ്ങുകളും നടന്നു. പെസഹ വ്യാഴം, യേശുക്രിസ്തുവിന്റെ കുരിശുമരണ ദിനമായ ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനമായ ഈസ്റ്റർ ആഘോഷം എന്നിവയോടെയാണ് വിശുദ്ധ വാരാചരണം സമാപിക്കുക. യേശുക്രിസ്തുവിനെ യഹൂദജനം രാജകീയ പദവികളുടെ ഒലിവ് ഇലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റുവെന്നാണ് വിശ്വാസം. ഇതിന്റെ ഓർമ്മയിലാണ് കുരുത്തോലയുമേന്തിയുള്ള പ്രദക്ഷിണം നടക്കുന്നത്. വലിയ ആഴ്ചയുടെ പ്രവേശന കവാടമെന്നാണ് ഓശാന ഞായർ അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ തീവ്രതയും തീക്ഷ്ണതയും ഉരച്ചു നോക്കപ്പെടുന്ന ദിനം കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങൾ. പൂപ്പാറ ബോഡിമെട്ടിൽ കാർ 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് വാഹനം കത്തിനശിച്ചു. കർണാടക സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബോഡിമെട്ട് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്താണ് വാഹനം നിയന്ത്രണം വിട്ട് 60 അടി താഴ്ചയിലേക്ക് പതിച്ചത്. കർണാടകയിൽ നിന്നെത്തിയ കിഷോർ, ഭാര്യ വിദ്യ, മക്കളായ ജോഷ്വ, ജോയൽ എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. താഴ്ചയിലേക്ക് പതിച്ച വാഹനത്തിൽ നിന്ന് ഇവർ പുറത്തേക്ക് തെറിച്ചു വീണു. ഇതിനുശേഷം താഴ്ചയിലേക്ക് പതിച്ച വാഹനത്തിന് തീപിടിക്കുകയായിരുന്നു. വാഹനം പൂർണ്ണമായി കത്തിനശിച്ചതായി രക്ഷാപ്രവർത്തനം നടത്തിയവർ പറഞ്ഞു. അപകടത്തിൽ വിദ്യയ്ക്കും മകൻ ജോഷ്വയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വിദ്യയുടെ കൈക്കും കാലിനും തലയ്ക്കും പരിക്കുണ്ട്. ജോഷ്വയുടെ കാലിന് ഒടിവും സംഭവിച്ചു. മൂന്നാർ സന്ദർശനത്തിന് ശേഷം ഇവർ തിരികെ മടങ്ങുകയായിരുന്നു. അമിത വേഗതയായിരുന്നു വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പം 3 കർണാടക വണ്ടി, ഒരു ഇന്നോവா, ஒரு ஸ்விஃப்ட், வேகனர் நல்ல ஸ்பீடில் தான் வந்துச்சு. வந்தப்போ அவர் சொல்லுது இந்த மாதிரி ஸ்டேரிங் லாக் ஆகிடுச்சு. ஸ்டேரிங் லாக் ஆகிடுச்சு ஸ்பீடில் வந்து தான் அவருக்கு பரிக்க அடி. அது லேடிக்கு மட்டும் பயங்கர சீரியஸாக இருக்குது. தலையில் அடிபட்டுருச்சு, கையும் காலும் ஃப்ராக்சராக இருக்கும். அப்புறம் ஒரு சின்ன பையன் இருந்தான், ஒரு 10 வயசு இருக்கும், அவனுக்கும் கால் ஃப்ராக்சர். அப்புறம் இன்னொரு அந்த ஹஸ்பண்ட், அவர் டிரைவர், அவருக்கு ஒன்றும் பெரிய இன்ஜுரி ஒன்று, சின்ன ஸ்க்ராச்சஸ். அப்புறம் இன்னொரு சின்ன பையன் தான், அவனுக்கு ஒன்றும் பெருசாக அடிக்கல. നെടുങ്കണ്ടത്തു നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ യുവ പാസ്റ്ററെ മൂന്നാറിൽ നിന്നും കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 37-കാരനായ ജോൺ ജെബരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോയമ്പത്തൂരിലാണ് ജോൺ ജെബരാജ് പാസ്റ്ററായി പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇയാൾ ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നയാളാണ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി കൂടിയാണ് ജോൺ ജെബരാജ്. 2024 കോയമ്പത്തൂരിൽ വെച്ച് 2 പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ജോൺ ജെബരാജിനെതിരെയുള്ള കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണിവരെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ പോലീസ് ഇയാൾക്കായി അന്വേഷണം നടത്തിവരികയായിരുന്നു.
തൊമ്മൻകുത്തിൽ കുരിശ് പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സെന്റ് തോമസ് ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം സെന്ററിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശുദ്ധ വാരത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിലേറ്റ മുറിവാണിതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പട്ടയമില്ലെന്ന പേരിൽ 6.5 പതിറ്റാണ്ടായി കുടിയേറി കൃഷി ചെയ്ത് ജീവിക്കുന്ന ഭൂമി വനംവകുപ്പിന്റേതെന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ല. വണ്ണപ്പുറം പഞ്ചായത്തിലെ എല്ലാ മതസ്ഥരുടെയും ഭൂരിപക്ഷം ആരാധനാലയങ്ങളും പട്ടയമില്ലാത്ത ഭൂമിയിലാണുള്ളത്. സമീപ പഞ്ചായത്തുകളായ കരിമണ്ണൂർ, ഉടുമ്പന്നൂർ പഞ്ചായത്തിലെയും സ്ഥിതിയും വ്യത്യസ്തമല്ല. പിന്നെ എന്തുകൊണ്ട് നാരങ്ങാനത്ത് കർഷകൻ കൈവശ ഭൂമി രേഖാമൂലം പള്ളിക്ക് എഴുതി നൽകിയ വസ്തുവിൽ കുരിശ് സ്ഥാപിക്കുന്നത് കയ്യേറ്റമാകുന്നുവെന്നും പ്രതിഷേധക്കാർ ചോദിച്ചു. പള്ളിക്ക് കിട്ടിയ സ്ഥലമാണെങ്കിൽ ആ കുരിശാണ് വെച്ചിരിക്കും. അത് ഈ വെള്ളിയാഴ്ച അവിടെ പരിഹാര പ്രതിഷ്ഠം പോവുകയും ചെയ്യും. ആയിരങ്ങളുടെ സാക്ഷി നിർത്തി പറയുകയാണ്, അവിടെ ദുഃഖ വെള്ളിയാഴ്ച അവിടെ പരിഹാര പ്രതിഷ്ഠം പോകും, അവിടെ പ്രാർത്ഥന നടത്തപ്പെടും. നിങ്ങൾ ആ കുരിശ് അവിടെ കൊണ്ട് സ്ഥാപിച്ചില്ലെങ്കിൽ വേറെ അവിടെ കുരിശ് വരും. അതിനുവേണ്ടി ഒരു മത്സരപ്പെടുത്താൻ വേണ്ടി വരണ്ട. ഈ നിൽക്കുന്ന പോലീസുകാരല്ല, 1000 പോലീസുകാർ വന്നാലും അതിനുള്ള ആളുകൾ തൊമ്മക്കുത്തിലുണ്ട്, ഇറങ്ങുന്നുള്ള കാര്യം പറയുകയാണ്. അധികാര ദുർവിനിയോഗം ചെയ്ത റേഞ്ച് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പിഴുതെടുത്ത കുരിശ് തിരികെ സ്ഥാപിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം. നാരങ്ങാനം പ്രദേശത്തെ കർഷകരെ കുടിയിറക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ട് വർഷങ്ങളായെന്നും വനംവകുപ്പിനെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകാത്തത് കർഷക ദ്രോഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇടവക വികാരി ഫാദർ ജോർജ് ഐക്കരമറ്റത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ബിബിൻ അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശശിധരൻ കർത്തിയുടെ കരിമണൽ കടത്തിന് കുട പിടിച്ചത് മുഖ്യമന്ത്രിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതീകാത്മകമായി പിണറായി വിജയനെ വിലങ്ങിവെക്കൽ നടത്തി സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസപ്പടി വിഷയത്തിൽ മക്കളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക, അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെ വിലങ്ങിവെക്കൽ സമരം സംഘടിപ്പിച്ചത്. കട്ടപ്പനയിൽ നടന്ന പ്രകടനത്തിൽ പിണറായി വിജയന്റെ മുഖം മൂടി അണിഞ്ഞ വേഷധാരിയെ വിലങ്ങുവെച്ച് നടത്തിച്ചു. ആറാട്ടുപുഴ ഉൾപ്പെടെയുള്ള കരിമണൽ ശേഖരമുള്ള സ്ഥലങ്ങളിൽ നിന്നും രഹസ്യമായി കരിമണൽ കടത്തുന്നതിന് CMRന് ഒത്താശ ചെയ്തത് പിണറായി വിജയനാണ്. അതിനുള്ള പ്രതിഫലമായാണ് എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിക്ക് 1,72,00,000 രൂപ ലഭിച്ചതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി എങ്ങനെയാണ് തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമുക്കാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ്. തന്റെ അമ്മയുടെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ 3 മാസത്തെ പെൻഷൻ തുക കൊണ്ട് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ തുടങ്ങിയ കമ്പനിയാണ് എക്സാലോജിക് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 3 മാസത്തെ പെൻഷൻ തുക കൊണ്ട് മാത്രം തുടങ്ങിയ ഒരു കമ്പനി CMRL പോലെ ഉള്ള ഒരു കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു കമ്പനിക്ക് എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളത് കേന്ദ്ര ഏജൻസിയായ SFIOയ്ക്ക് പോലും എത്ര അന്വേഷിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ, നിഹാൽ ഷിഹാബുദ്ദീൻ, അഡ്വക്കേറ്റ് ജോമോൻ PJ, അഡ്വക്കേറ്റ് മോബിൻ മാത്യു, ഷിൻസേലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമര പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ അനധികൃത നിയമനങ്ങളും അഴിമതിയും നടക്കുന്നുവെന്നാണ് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആരോപണം. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നു. ദേശീയോദ്യാനത്തിൽപ്പെട്ട രാജമലയിലും ലക്കത്തും ഇടതുപക്ഷ പ്രവർത്തകരെ മാത്രമാണ് ജോലിക്കായി നിയമിക്കുന്നത്. രാജമലയിൽ പാർട്ടി ഗ്രാമമുണ്ടാക്കാൻ ശ്രമം നടക്കുകയാണ്. ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയാണ് ഈ മാസം 19-ന് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കാനൊരുങ്ങുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന എന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നതല്ലാതെ വികസന പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ
നിയമനം സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അമർഷമുണ്ട്. അവിടെ ഒരു ഇടതുപക്ഷ ആളുകളെ മാത്രം ജോലിക്ക് കയറ്റിക്കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു പാർട്ടി ഗ്രാമമായി രാജമലയെയും തെക്കം വാഴ്സനെയും മാറ്റാനുള്ള ഗൂഢശ്രമമാണ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഭാഗത്തു നിന്നും റേഞ്ച് ഓഫീസറുടെ ഭാഗത്തു നിന്നും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും വരുന്നത്. അവിടെ ഇടതുപക്ഷ പാർട്ടികൾക്ക് സ്വൽപ്പടി കേട്ടുകൊണ്ട് ചില ആളുകളെ, അർഹതയില്ലാത്ത ആളുകളെ, ഉദാഹരണത്തിൽ കമ്പനിയിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആളുകളെ വരെ, പ്രായം കൂടിയ ആളുകളെ വരെ പണിക്ക് കയറ്റി തിരികെ കയറ്റുക. യഥാർത്ഥത്തിൽ ജോലിയില്ലാത്ത എത്രയോ ചെറുപ്പക്കാർ ഈ നാട്ടിൽ ഇവിടെ തന്നെ ഈ മൂന്നാറിനെയും ആ പ്രദേശം ഉൾപ്പെടെയുള്ള രാജമലയിൽ പണിയെടുക്കുന്ന എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. അവരെയെല്ലാം പരിഗണിക്കാതെ കമ്പനിയിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം അച്ചടക്ക നടപടി സ്വീകരിച്ചു വരുന്ന ആളുകളെ ഇതിനകത്ത് കൊണ്ടുവന്ന് ജോലി കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കും. പാർക്കിംഗ് ഇല്ലാത്തതുമൂലം മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. രാജമലയിൽ പ്രധാന റോഡിൽ ഇനി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 19-ന് ഉച്ചകഴിഞ്ഞ് 2-ന് സമരം നടക്കുമെന്നും DCC ജനറൽ സെക്രട്ടറി G മുനിയാണ്ടി, ബ്ലോക്ക് പ്രസിഡന്റ് S വിജയകുമാർ, വൈസ് പ്രസിഡന്റ് A ആൻഡ്രൂസ്, മണ്ഡലം പ്രസിഡന്റ് C നെൽസൺ എന്നിവർ വ്യക്തമാക്കി. മലയോര ഹൈവേയിൽ കട്ടപ്പന 20 ഏക്കറിൽ പിക്കപ്പ് ലോറി സ്കൂട്ടറിലിടിച്ച് കുഴിയിലേക്ക് മറിഞ്ഞ അപകടം. ഫോൺ വിളിക്കാനായി വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് പിക്കപ്പ് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ഇരുവാഹനങ്ങളും കുഴിയിലേക്ക് പതിച്ചു. മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 20 ഏക്കർ സിറ്റിക്കും പ്ലാമൂടിനും ഇടയിലാണ് അപകടം നടന്നത്. കട്ടപ്പനയിലേക്ക് പാഴ്സൽ ലോഡുമായി വരികയായിരുന്ന പിക്കപ്പ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഫോൺ ചെയ്യാനായി വാഹനം സൈഡിലൊതുക്കിയ സ്കൂട്ടർ യാത്രികൻ ഉൾപ്പെടെ ഇടിയുടെ ആഘാതത്തിൽ കൃഷിയിടത്തിലേക്ക് തെറിച്ചു വീണു. പിന്നാലെ പിക്കപ്പ് വാഹനവും കുഴിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെയും പിക്കപ്പ് ഡ്രൈവറെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളവിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈ പിക്കപ്പ് ഏലപ്പാറ ഭാഗത്തുനിന്ന് വരികയായിരുന്നു. ഒരു ഡെലിവറി ബോയ് ഇവിടെ സാധനം കൊടുക്കാനായിട്ട് ബൈക്കിൽ നിന്നുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് വണ്ടി വന്ന് ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. ഉറങ്ങി ഇടിച്ചു തെറിപ്പിച്ച് ഒരു 200 മീറ്റർ താഴെയാണ് ബൈക്ക് കിടക്കുന്നത്. 2 പേരെ ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥിരം അപകട മേഖലയാണ്. ഈയിടെ രാത്രി 1:30 ഒന്നൊരു ജീപ്പ് ഇടിച്ച് മറിഞ്ഞു. അതിൻ്റെ മുമ്പ് ഒരു ഓട്ടോക്കാരൻ ഒരാളെ ഇടിച്ച് ഒരാൾ മരിച്ചു. അങ്ങനെ എന്നുമുണ്ട് ഇവിടെ അപകടമാണ് എന്നും. പ്ലാമൂടിന് സമീപമുള്ള വളവുകളിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കട്ടപ്പന കുട്ടിക്കാനം റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ചതിനു ശേഷം അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. വളവുകളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. കട്ടപ്പന വെട്ടിക്കുഴക്കവലിയിൽ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടമുണ്ടായത്. കട്ടപ്പനയിൽ നിന്നും ഇരട്ടയാർ ഭാഗത്തേക്ക് പോയ ഓട്ടോറിക്ഷ വെട്ടിക്കുഴക്കവലിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം റോഡിൽ ഗതാഗതം നിലച്ചു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അമിത വേഗതയിലെത്തിയ വാഹനം റോഡിന് സൈഡിലെ കല്ലിൽ തട്ടി മറിയുകയായിരുന്നു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം കട്ടപ്പന ഇരട്ടയാർ റോഡിൽ അപകടങ്ങൾ പതിവാണ്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം നേതൃത്വം നൽകി. തിരുക്കർമ്മങ്ങളിൽ മന്ത്രി റൂഷി അഗസ്റ്റിൻ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തിയാണ് ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചത്. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമായി. യേശുക്രിസ്തുവിനെ യഹൂദാജനം രാജകീയ പദവികളോടെ ഒലിവ് ഇലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം നേതൃത്വം നൽകി. കുരുത്തോല പ്രദക്ഷിണത്തിലും തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങളിലും മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കട്ടപ്പനയിലെ വിവിധ ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആചരണം നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന ഓശാന ഞായർ ശുശ്രൂഷകൾക്ക് ഫാദർ സജോ പി മാത്യു മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
യേശുക്രിസ്തുവിനെ കഴുതപ്പുറത്തേറ്റി ജെറുസലേം നഗരവീതിയിലൂടെ യഹൂദജനം ഓശാന പാടി എതിരേറ്റതിനെ അനുസ്മരിച്ച നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലും ഓശാന ഞായർ ആചരണം നടന്നു. ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട് മുഖ്യ കാർമ്മികനായിരുന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത്. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. കട്ടപ്പന സെന്റ് ജോൺ CSI ദേവാലയത്തിലും ഓശാന ഞായർ ദിനാചരണം നടന്നു. ഇടവക വികാരി റവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ടൗൺ ചുറ്റി നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പവർ ഇൻ ജീസസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിലും കട്ടപ്പനയിൽ ഓശാന ഞായർ ആചരണം നടന്നു. പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ പങ്കെടുത്തു. കട്ടപ്പന CSI ഗാർഡനിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം ടൗൺ ചുറ്റിയാണ് സമാപിച്ചത്. ഇടുക്കി രൂപതയുടെ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുമ്പയിൽ നിത്യസഹായ മാതാ ദേവാലയ ഇടവകയിൽ ഓശാനാചരണം നടന്നു. നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിലും ദിവ്യബലിയിലും പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ തോമസ് വട്ടമല, ഫാദർ ലിബിൻ വള്ളിയാന്തടം, ഫാദർ ആന്റണി പാലപ്പുളിക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദുഃഖവെള്ളിയാഴ്ച കുരിശുമല ദേവാലയത്തിൽ ഇടുക്കി രൂപതാമെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ നടക്കും. കട്ടപ്പനയിൽ നിന്നും രാവിലെ 5 മണി മുതലും നെടുങ്കണ്ടത്തു നിന്നും രാവിലെ 7 മണി മുതലും കുരിശുമലയിലേക്ക് KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുമെന്നും ദേവാലയ അധികൃതർ അറിയിച്ചു. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ ഓശാന പെരുന്നാൾ നടന്നു. ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും പ്രാർത്ഥനയിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. യേശുക്രിസ്തു പീഡാസഹനത്തിലേക്കും കുരിശുമരണത്തിലേക്കും കടന്നുപോകുന്നതിന് മുമ്പ് ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകളിൽ ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഓശാന തിരുക്കർമ്മങ്ങൾ നടന്നത്. തുടർന്ന് കുരുത്തോല പ്രദക്ഷിണവും നടന്നു.
സഹവികാരി ഫാദർ എബിൻ വർഗീസ്, ഫാദർ ജോജോ മാരിപ്പാട്ട, ഫാദർ സെൽവരാജ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. സഹകരണ മേഖലയിലെ അതികായനാണ് ജോയി വെട്ടിക്കുഴി എന്ന മുൻ MLA തോമസ് ജോസഫ്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി 40 വർഷം പൂർത്തിയാക്കിയ ജോയി വെട്ടിക്കുഴിക്ക് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും സഹപ്രവർത്തകരും ചേർന്ന് നൽകിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന CIC ഗാർഡനിൽ വെച്ചാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. യോഗം മുൻ MLA തോമസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു സഹകരണ പ്രസ്ഥാനത്തിന് ഏതെല്ലാം തലങ്ങളിൽ പ്രവർത്തിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് എന്നും അറിവും അധ്വാനവും കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ അതിന്റെ ഉന്നതിയിൽ എത്തിച്ച ആളാണ് ജോയി വെട്ടിക്കുഴിയെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ സംഘത്തെ നയിക്കുക, അതിന്റെ വിവിധ തരങ്ങളിലേക്ക് വിവിധ മേഖലകളിലേക്ക് അതിനെ എഴിഞ്ഞുകൊണ്ടുപോയ അധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ മകുടോദാഹരണമാണ് ശ്രീ ജോയി. ഈ വർഷങ്ങളിലെല്ലാം അവരുടെ ചെയ്ത സേവനത്തെ ഞാൻ സ്മരിക്കുന്നു. 1955 ഞാൻ ഒന്ന് സ്മരിക്കുകയാണ്. എൻ്റെ പൂർവികര് അന്ന് കാശ് തികയാതെ വന്നപ്പം പൊട്ടങ്ങൾ മത്തായിട്ടാണ് തുക മിച്ചം വന്ന തുക മാറ്റിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചത്. അതുപോലെ അന്ന് കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം മൺമറഞ്ഞു പോയി. നമ്മുടെ ഭൂവാറ്റം ദേശാധ്യനാണ് ആദ്യത്തെ പ്രസിഡന്റ്. പുതിയ കുഞ്ഞാട്ടൻ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഞാൻ അനുസ്മരിക്കുന്നു. അതെല്ലാം പ്രധാനമായിട്ട് പിജോയ്ക്ക് കരഗതമായിരിക്കുന്ന ഈ സുവർണാവസരം വാസ്തവത്തിൽ സന്തോഷത്തിൻ്റെ ദിവസമാണ്. തുടർന്ന് ജോയി വെട്ടിക്കുഴിയും കുടുംബാംഗങ്ങളും ചേർന്ന് കേക്ക് മുറിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചുറ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ജോയി വെട്ടിക്കുഴി മറുപടി പ്രസംഗം നടത്തി. എനിക്ക് ഒരു ഉപജീവനമാർഗം എന്നുള്ള നിലയിൽ പാർലർ കോളേജുണ്ടായി ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ തുറന്നെത്തുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിലൂടെ. എന്റെ ഇന്ന് വരെയുള്ള എന്റെ പൊതുപ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക്. ഞാൻ അതിനുശേഷം ഇവിടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ജില്ലാ പഞ്ചായത്തിലും അസംബ്ലിയിലും ഒക്കെ മത്സരത്തിലൊക്കെ പോകുമ്പോഴും ഇതിന്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ബാങ്കാണ്. ഈ ബാങ്കിലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ജനങ്ങളെ സേവിക്കാൻ പറ്റിയ വേറൊരു സ്ഥാപനമില്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവന്റെ ആവശ്യ അവസ്ഥയിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ ഇതുപോലെ പറ്റുന്ന വേറൊരു മേഖലയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, ജോയി ആനിത്തോട്ടം, വെള്ളയാങ്കുടി ഇടവക വികാരി ഫാദർ വിൽസൺ മണിയാട്ട, കട്ടപ്പന സെന്റ് ജോൺ CSI ഇടവക വികാരി ഫാദർ ബിനോയ് P ജേക്കബ്, അഡ്വക്കേറ്റ് MK തോമസ്, ജോഷി കുട്ടട, സിബി പാറപ്പായി, സിജു ചക്കുമൂട്ടിൽ, തോമസ് മൈക്കിൾ, TJ ജേക്കബ്, മനോജ് മുരളി, ജോയി പുരുന്നോലി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി വിവാദത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. തന്റെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന കാര്യം മറച്ചുവെച്ചാണ് സെക്രട്ടറി രാജി സ്വീകരിച്ചതായുള്ള രസീത് നൽകിയതെന്നും ഓഫീസ് സമയം കഴിഞ്ഞ് വൈകിട്ട് 6-നാണ് രാജിക്കത്തിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്നുള്ള പ്രസിഡന്റിന്റെ പരാതി സെക്രട്ടറി സ്വീകരിച്ചതെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയം രാഷ്ട്രീയ വിവാദമായി മുമ്പോട്ട് പോകവെയാണ് വിഷയത്തിൽ മറ്റൊരാരോപണവും പ്രതിരോധവുമായി മൂന്നാറിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. പ്രസിഡന്റിന്റെ രാജി വിവാദത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. തന്റെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന കാര്യം മറച്ചുവെച്ചാണ് സെക്രട്ടറി രാജി സ്വീകരിച്ചതായുള്ള രസീത് നൽകിയതെന്നും ഓഫീസ് സമയം കഴിഞ്ഞ വൈകിട്ട് 6-നാണ് രാജിക്കത്തിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്നുള്ള പ്രസിഡന്റിന്റെ പരാതി സെക്രട്ടറി സ്വീകരിച്ചതെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. പഞ്ചായത്ത് നിയമം അനുസരിച്ച് 5 മണിക്ക് മുമ്പാണ് ഏതൊരു കത്തിടപാടുകളും നടത്തുന്നത്. 6 മണിക്ക് വാങ്ങിയതിന്റെ ഉദ്ദേശം അതിന് പിന്നിൽ എന്താണെന്നുള്ളത് അവർ വ്യക്തമാക്കണം. അസിസ്റ്റന്റ് സെക്രട്ടറിയും വ്യക്തമാക്കണം. ഒന്ന്. രണ്ടാമത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 6 മണി കഴിഞ്ഞ് വാങ്ങിയ കത്ത് അതിൽ പിറ്റേ ദിവസം ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വ്യക്തികളെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഹിയറിംഗിൽ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞങ്ങൾക്ക് മനസ്സിലാക്കി പത്രവാർത്ത മാധ്യമങ്ങളോട് അറിയാൻ സാധിച്ചത് ഈ രാജിക്കത്ത് നേതാക്കന്മാരാണ് കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് എന്നാണ് സെക്രട്ടറി ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളത്.
തികച്ചും അദ്ദേഹം ദീപ രാജകുമാരുടെ കയ്യിൽ നിന്നും രാജി സ്വീകരിച്ചെന്ന് പറഞ്ഞ് കത്ത് നൽകിയതിന് ശേഷം ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ അഴിമതിയാണോ എന്ന് സംശയിക്കുന്നു. പ്രസിഡന്റിന്റെ രാജി സംബന്ധിച്ച് വിധി എതിരാണെങ്കിൽ തെളിവുകൾ സഹിതം കോടതിയെ സമീപിക്കുമെന്നും DCC ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി, ബ്ലോക്ക് പ്രസിഡന്റ് S വിജയകുമാർ, വൈസ് പ്രസിഡന്റ് A ആൻഡ്രൂസ്, മണ്ഡലം പ്രസിഡന്റ് C നെൽസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SNDP യോഗം പീരുമേട് യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കരുതൽ 2K25 എന്ന പേരിൽ നേതൃയോഗവും ലഹരി വിരുദ്ധ ക്ലാസും വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് CA ഗോപി വൈദ്യർ യോഗം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ SNDPയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് SNDP യോഗം പീരുമേട് യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നേതൃയോഗവും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചത്. പരിപാടിയിൽ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് രാജേഷ് ലാൽ അധ്യക്ഷനായിരുന്നു. യൂണിയൻ പ്രസിഡന്റ് ചെമ്പംകുളം ഗോപി വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 65 വർഷമായി തുടരുന്ന ഒരു രീതിയാണ്. ഏതെങ്കിലും ഒരു യോഗത്തിന് പോയി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് മടങ്ങിപ്പോകുന്ന രീതി എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ യോഗം അറിയിച്ചപ്പോൾ തന്നെ എന്താണ് ഇവിടെ സ്വീകരിക്കേണ്ട വിഷയം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ യോഗത്തോടനുബന്ധിച്ചൊരു ലഹരി വിരുദ്ധ പഠന ക്ലാസ് തുടങ്ങുന്നതാണ്. അത് കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത എന്നുള്ളതിന്റെ ആ വിഷയത്തിന് പ്രത്യേക പ്രസക്തി. അങ്ങനെയുള്ള ആ വിഷയത്തെ പറ്റി പറയണമോ? അതിന് യുവജനങ്ങളോട് അവര് സ്വീകരിക്കുന്ന നടപടിയെ പറ്റി അത് ഏത് വിധത്തിൽ വേണം പ്രവർത്തിക്കേണ്ടതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കണോ എന്ന് പല ദിവസങ്ങളായി ഇങ്ങനെ രാത്രികളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത്, പീരുമേട് യൂണിയൻ സെക്രട്ടറി KP ബിനു, യൂണിയൻ വൈസ് പ്രസിഡന്റ് PK രാജൻ, PS ചന്ദ്രൻ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനീഷ് വലിയപുരയ്ക്കൽ, PB സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MC ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇരട്ടിയാർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ TC മുരുകൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടക്കമായാണ് ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത്. കലാ കായിക രചനാ മത്സരങ്ങളിലൂടെയും ബോധവൽക്കരണ പരിപാടികളിലൂടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ പറഞ്ഞു. JCI ഇരട്ടിയാർ പ്രസിഡന്റ് സിജോ ഇലന്തൂർ അധ്യക്ഷത വഹിച്ച സദസ്സ് കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ TC മുരുകൻ ഉദ്ഘാടനം ചെയ്തു. യുവാക്കൾക്കിടയിലെയും വിദ്യാർത്ഥികൾക്കിടയിലെയും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ ഓർത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന നാളുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് നിയമബോധമുള്ള, പൗരബോധമുള്ള, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ പരിസ്ഥിതിയെയും എല്ലാം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു യുവത്വത്തിൻ്റെ കയ്യിലാണ് ആ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ യുവതലമുറയും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കിടയിലും രാസലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ അധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സത്യമാണ്. വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MC മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷേ 7ാം ക്ലാസ്സിൽ നിന്നും 8ലേക്കും 9ലേക്കും 10ലേക്കും കയറുമ്പോൾ വായന നിർത്തി ഫോണിൻ്റെയും മറ്റ് ചെറിയ ചെറിയ പരിപാടികളുടെയും ലോകത്തിലേക്ക് അവർ മാറുകയാണ്. ചിന്താധാരകളെ മാറ്റുന്നു. മനസ്സിനെ ഇല്ലായ്മ ചെന്ന് കേവലം ശാരീരികമാകുന്ന തൃഷ്ണകൾക്ക് വേണ്ടി ഓടുന്നു. പ്രേമത്തിൻ്റെയും അല്ലെങ്കിൽ ശാരീരിക സുഖത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രേമത്തിൻ്റെ വലയിൽപ്പെട്ടു പോകുന്ന കുട്ടികളെ ലൗകികമായ ചിന്തകളിലേക്കും അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളിലേക്കും നയിക്കുന്നു. ഇത് അവിഹിത ലഹരിയാണ്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റജി ഇലിപ്പിലിക്കാട്ട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സജി അയ്യനാക്കുഴി, ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി MV, JCI കട്ടപ്പന പ്രസിഡന്റ് അനൂപ് തോമസ്, അംഗങ്ങളായ കിരൺ ജോർജ് തോമസ്, സെസിൽ ജോസ്, ജോസ്ന ജോബിൻ തുടങ്ങിയവർ സംസാരിച്ചു.
കട്ടപ്പന NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിഷുദിന ആഘോഷ പരിപാടികളും വിഷുക്കണി സമർപ്പണവും നടന്നു. കരയോഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടികൾ പ്രസിഡന്റ് KV വിശ്വനാഥൻ വണ്ടാനത്ത് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന 2794 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് വിഷുദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സമൃദ്ധിയുടെയും നന്മയുടെയും ആഘോഷമായ വിഷു ഏവരും കുടുംബാംഗങ്ങളോടൊത്ത് വീട്ടിൽ ആഘോഷിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം മുൻപേയാണ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വിഷുക്കണി സമർപ്പണവും വിഷു കൈനീട്ടം നൽകലും നടന്നു. കരയോഗം പ്രസിഡന്റ് KV വിശ്വനാഥൻ വണ്ടാനത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തീരുമാനിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഷു എന്ന് പറയുന്നത് വിളവെടുപ്പിന്റെ മഹോത്സവമാണ്. ഓണത്തിന് അതുപോലെ ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. വിഷുവിനെ സംബന്ധിച്ച് വേറെ മറ്റു പല ഐതിഹ്യങ്ങളുണ്ട്. സൂര്യൻ നേരെ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് ശ്രമിക്കുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ പ്രകൃതി പോലും വ്യത്യസ്തമായ ഒരു അനുഭവത്തിന്റെ സാക്ഷാത്കാരമാണ് വിഷു എന്ന് പറയുന്നത്. കരയോഗം സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ വിഷു സന്ദേശം നൽകി. വനിതാ സമാജം പ്രസിഡന്റ് മീനാക്ഷിയമ്മ ആനിവേലിൽ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ, വൈസ് പ്രസിഡന്റ് അജിത് മുരളീധരൻ, ഭരണസമിതി അംഗങ്ങളായ നാരായണൻ നായർ, തൈപ്പറമ്പിൽ, ശ്രീകുമാർ പുത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൻമേട് ശ്രീ മഹാഗണപതി വിലാസം NSS കരയോഗത്തിന്റെ 25ാമത് വാർഷിക പൊതുയോഗം നടന്നു. കരയോഗം പ്രസിഡന്റ് R മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. കരയോഗം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നത്. NSS ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താ ആവശ്യം? ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രസിഡന്റ് ഞാൻ തന്നെ ആകണം എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. ഹൈറേഞ്ച് NSS യൂണിയനിൽ വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പ്രസിഡന്റും ഒരു കമ്മിറ്റിയും ഉണ്ടാകണം. ആ കമ്മിറ്റി ഉത്തരവാദിത്വത്തോടുകൂടി ഇത് ഏറ്റെടുക്കണം. നമുക്ക് 11 ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ട് ഹൈറേഞ്ച് NSS യൂണിയനിൽ നിന്നും. നമ്മൾ ആരോട് ചോദിക്കും? നമ്മൾ പൈസ കൊടുത്തത് മണിക്കൂറിന്റെ വേറൊരു വ്യക്തിക്കില്ല, ഹൈറേഞ്ച് NSS യൂണിയനാണ്. അങ്ങനെ 1.25 കോടി രൂപ പലർക്കായി കൊടുത്തു തീർക്കാനുണ്ട്. ഈ പൈസ ആരോട് ചോദിക്കും? 8-9 കോടി രൂപയുടെ ആസ്തിയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഹൈറേഞ്ചിലെ നായർ സമൂഹം ഉണ്ടാക്കിയെടുത്തത്. അത് മുഴുവൻ ഞാനും ഏറ്റെടുക്കുകയാണ് എന്ന് രജിസ്ട്രാർ പറയുമ്പോൾ സ്വാഭാവികമായും 8-9 കോടി രൂപയുടെ ആസ്തി ഏറ്റെടുക്കുന്നവർ അതിന്റെ ബാധ്യതയും ഏറ്റെടുക്കണ്ടേ? നമുക്ക് നമ്മുടെ 14 ലക്ഷം രൂപ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? വൈസ് പ്രസിഡന്റ് R ജയകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഓമന ജയചന്ദ്രൻ, ആധ്യാത്മിക പഠന കേന്ദ്രം ആചാര്യൻ MS ജയചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. തുടർന്ന് കരയോഗ ഭരണസമിതിയുടെയും യൂണിയൻ പ്രതിനിധികളുടെയും ഇലക്ടോറൽ മെമ്പർമാരുടെയും തെരഞ്ഞെടുപ്പുകൾ നടന്നു. TR രവി പ്രസാദ് വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു. തുടർച്ചയായി 9ാം തവണയും R മണിക്കുട്ടൻ വണ്ടൻമേട് NSS കരയോഗത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി A അനീഷ്, വൈസ് പ്രസിഡന്റായി R ജയകുമാർ, ഖജാൻജിയായി KG സുദർശൻ നായർ, ജോയിന്റ് സെക്രട്ടറിയായി MS ഹരിദാസൻ നായർ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. രാഘുസുധ സ്കൂൾ ഓഫ് മ്യൂസിക്കലിന്റെ പുതിയ ബ്രാഞ്ച് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കോമ്പറ്റീറ്റർ എഡ്യു ഹബിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തങ്കമണി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MPAP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 35 വർഷമായി സംഗീത രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന രാഘുസുധ സ്കൂൾ ഓഫ് മ്യൂസിക്കലിന്റെ പുതിയ ബ്രാഞ്ചാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. കച്ചേരി, ഗാനമേള എന്നിവയിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച പ്രസ്ഥാനമാണ് രാഘുസുധ സ്കൂൾ ഓഫ് മ്യൂസിക്. കുട്ടികളിൽ സംഗീതരംഗത്ത് പുത്തൻ ഉണർവും വേദികളും ഒരുക്കുന്നതിലും സർഗശേഷിയെ വികസിപ്പിക്കുന്നതിലും പ്രസ്ഥാനം എന്നും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ക്രമീകരിച്ചാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. കോമ്പറ്റീറ്റർ എഡ്യു ഹബുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം തങ്കമണി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MPAP നിർവഹിച്ചു. വ്യത്യസ്തമാക്കിയ അറിവ് പകർന്നു നൽകുന്നതിനായി ഒരു മ്യൂസിക് സ്കൂൾ ഇവിടെ ആരംഭിക്കുകയാണ്. മാഡത്തിന് എല്ലാവിധ ആശംസകളും പ്രത്യേകം നേരുന്നു. സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഈ സംരംഭം വലിയ ഒരു സംരംഭമായി, വലിയ ഒരു സ്കൂളായി എല്ലാം നമ്മുടെ നാട്ടിലും കേരളക്കര മുഴുവൻ അറിയുന്ന ഒരു മ്യൂസിക് സ്കൂളായി വളരട്ടെ എന്ന്
ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. SHO MP എബിയും ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ബിനീഷ് KPയും ആലപിച്ച ഗാനം ശ്രദ്ധേയമായി. വോക്കൽ, വയലിൻ, കീബോർഡ് എന്നിവയിൽ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലുമായിട്ടാണ് ക്ലാസുകൾ നടക്കുക. കട്ടപ്പന, വെള്ളയാങ്കുടി, തൊടുപുഴ എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. സംഗീത അധ്യാപിക രാഘസുധ മുല്ലക്കരയാണ് നേതൃത്വം നൽകുന്നത്. ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന മ്യൂസിക് ക്ലബ്ബിലെ അംഗങ്ങളും സ്കൂളിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും സംഗീത സ്നേഹികളും പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 9544888013 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ ABM ക്വിക്ക് സ്റ്റോർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചാണ് നവീകരിച്ച സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിൽ കേബിൾ, ഇന്റർനെറ്റ്, പ്രാദേശിക ചാനൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ABM സിറ്റി വിഷന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് നിർവഹിച്ചു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചതോടുകൂടി ഈ പ്രദേശത്തെ മാട്ടുക്കട്ട, മേലുകുളം, അയ്യപ്പൻകോവിൽ, വെള്ളാങ്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാർക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ വന്നും വലിയ വിലക്കുറവിൽ വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കട്ടപ്പനയ്ക്കോ ഉപ്പുകറിക്കോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകണം. നമുക്ക് സമയനഷ്ടവും ധനനഷ്ടവും ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഈ മലയോര ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പം നമുക്ക് നല്ല സൗകര്യങ്ങളാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ നല്ലവരായ നാട്ടുകാരുടെ എല്ലാവിധ സഹകരണങ്ങളും എല്ലാ ഇതും ആശംസിച്ചുകൊണ്ടും എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടും ഇവിടെ ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് എല്ലാവിധ വിജയങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജുറി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്തിലെ കാർഷിക അവാർഡ് ജേതാക്കളായ റോയി ഉപ്പൂട്ടിൽ, കൊച്ചുറാണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാല, ഷാജി കരിമുണ്ടയിൽ, ബിജുമോൻ ജോസഫ്, ബേബിച്ചൻ പുത്തൻ വീട്ടിൽ, ബെന്നി ഈജെ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യുവഗായകൻ അരുൺ അനിരുദ്ധൻ നയിച്ച കരോക്കെ ഗാനമേളയും നടന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. ഓശാന ഞായർ ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ യാത്രയുടെ ഓർമ്മ പുതുക്കൽ. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പ്രദക്ഷിണവും നടന്നു. പൂപ്പാറ ബോഡിമെട്ടിൽ കാർ 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ 4 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് വാഹനം കത്തിനശിച്ചു. വാഹനത്തിലുണ്ടായിരുന്നത് കർണാടക സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ. ഇതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ യുവ പാസ്റ്ററെ മൂന്നാറിൽ നിന്നും കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്തത് 37-കാരനായ ജോൺ ജബരാജിനെ. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024 മെയ്യിൽ. തൊമ്മൻകുത്തിൽ കുരിശ് പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. സെന്റ് തോമസ് ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം സെന്ററിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശുദ്ധ വാരത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിലേറ്റ മുറിവാണിതെന്ന് വിശ്വാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.